നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും 5 ഹെഡിങ്ങുകളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഭരണഘടനയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 5 ഫങ്ഷൻസ് കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത്. പക്ഷേ എന്നാൽ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് മാത്രമേ വ്യക്തമാക്കിയിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ പറയുന്നത്. തുടർന്ന് നമുക്ക് 5 പോയിന്റുകൾ ഇന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്, തീരുമാനം എടുക്കാനുള്ള അധികാരങ്ങളെ വ്യക്തമാക്കുക എന്നതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. A constitution is a body of fundamental principles. നിയമങ്ങളുടെ ഒരു സംഹിതയാണ് എന്തെന്ന് പറയുന്നത് ഭരണഘടന എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങളുടെ ഒരു സംഹിതയാണ് അല്ലെങ്കിൽ ഭരണഘടനയെ അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിനെയാണ് നിയമങ്ങളുടെ ഒരു സംഹിതയായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ എ മൊണാർക്കി ദ ലോ മേക്കിംഗ് അതോറിറ്റി ഈസ് വെസ്റ്റഡ് ഇൻ ദി കിങ്. രാജവാഴ്ച നിലവിലുള്ള രാജ്യങ്ങളെ തീരുമാനം എടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും നിക്ഷിപ്തമാക്കിയിരിക്കുന്നത് രാജാവിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കൺട്രീസ് ലൈക്ക് ഫോർമർ സോവിയറ്റ് യൂണിയൻ ആൻഡ് ദ വൺ സിംഗിൾ പാർട്ടി വാസ് ഗിവൻ ദ പവർ ടു ഫ്രെയിം ദ ലോസ്. അപ്പം നമുക്ക് സോവിയറ്റ് യൂണിയൻ പോലുള്ള രാജ്യങ്ങളിൽ ഏകകക്ഷി ഭരണ സമ്പ്രദായം എല്ലാം നിലനിൽക്കുന്നത് ഒരു കക്ഷിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം നമ്മൾ പല രാജ്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇപ്പം പല രാജ്യങ്ങളിലും പല രീതിയിലാണ് ഭരണങ്ങൾ കാഴ്ചവെക്കുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഭരണഘടന നമ്മുടെ ഇന്ത്യക്കുണ്ട്. ആ ഭരണഘടനയുടെ ബേസിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്ത് പോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നിലവിലുണ്ട്. അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ത്യ പോലത്തുള്ള രാജ്യങ്ങളിൽ ഫോളോ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് all decision are taken by the people themselves. ജനാധിപത്യ ഭരണഘടനയിൽ നിലവിലുള്ള രാജ്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിക്ഷിപ്തമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു ജനാധിപത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഭരണത്തെയാണ് നമ്മൾ ജനാധിപത്യം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് പോസിബിൾ only in direct democracies like ancient Greek and the city state where the people had directly participated in the law making process. പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന ഗ്രീസിനെ പോലുള്ള രാജ്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും നേരിട്ടാണ് നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് നേരിട്ട് നൽകിയിരിക്കുകയാണ് ചെയ്യുന്നത്. ആസ് ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് വെർ വെരി ദ സ്മാൾ ഡയറക്റ്റ് ഡെമോക്രസി വാസ് പോസിബിൾ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ചെറിയ ജനാധിപത്യ രാജ്യം പോലാണ് നമ്മുടെ ഗ്രീക്ക് പോലത്തുള്ള സിറ്റിയിൽ നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഈ ഡയറക്റ്റ് ഡെമോക്രസിയിലൊക്കെ അവിടെ പോസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ദ സെക്കൻഡ് ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു സ്പെസിഫൈ which institution has the power to make the decision in a society. It decide how the government will be formed. അപ്പോൾ ഒരു സമൂഹത്തിലെ തീരുമാനം എടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും നമ്മുടെ ഭരണഘടനയിൽ നിക്ഷിപ്തമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഒരു സമൂഹത്തിലെ തീരുമാനങ്ങൾ എന്തെടുക്കണം, എങ്ങനെയൊക്കെ എടുക്കണമെന്ന് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ രാജ്യം പ്രവർത്തിച്ചു പോകുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യ ഒരു ബൃഹത്തായ ഭരണഘടനയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. കാര്യം ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ കടമെടുത്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്. ഭരണഘടനയുടെ രണ്ടാമത്തെ കർത്തവ്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് എങ്ങനെ രൂപീകരിക്കണം എന്നതാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ കർത്തവ്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ദ ലിമിറ്റേഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ് എന്നതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്കൊരു പരിധി നിർണ്ണയിക്കുക എന്നതാണ്. Thus, the third functions of the government is to put a limit on the powers of the government. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുക എന്നതാണ് ഭരണഘടനയുടെ മൂന്നാമത്തെ കർത്തവ്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് ഈസ് എ ഫാക്റ്റ് ദ ഗവൺമെൻറ് ക്യാൻ കൺട്രോൾ ദി എൻജോയ്മെൻറ്റ് ഓഫ് ദിസ് ഫണ്ടമെൻ്റൽ റൈറ്റ് ഡ്യൂറിങ് ദ പ്രൊക്ലമേഷൻ ഓഫ് എ ജനറൽ എമർജൻസി. എന്നാൽ ദേശീയ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലായാലും അവകാശങ്ങളെ പരിമിതപ്പെടുത്തുവാനും അതുപോലെ പിൻവലിക്കുവാനുമുള്ള അധികാരങ്ങളെല്ലാം തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ് എന്തൊക്കെ ഭരണങ്ങൾ നിർവഹിക്കണം, അവരുടെ അധികാരത്തിലെ അല്ലെങ്കിൽ ഭരണഘടനാ പരിധിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ മൂന്നാമത്തെ കർത്തവ്യത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ആസ്പിറേഷൻ ആൻഡ് ദ ഗോൾസ് ഓഫ് എ സൊസൈറ്റി, ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളെയും കുറിച്ചിട്ടാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. ഇഫ് ദർ ദ പ്രിവെയിൽ ദ സോഷ്യൽ, ലിംഗ്വിസ്റ്റിക്, റേഷ്യൽ ആൻഡ് റീജിയണൽ ഡിസ്ക്രിമിനേഷൻ, ദ പീപ്പിൾ വിൽ ബി ദ ആസ്പിറേഷൻ ഫോർ ദ സൊസൈറ്റി വെയർ ദർ ഈസ് ദി പെർഫെക്റ്റ് ഇക്വാലിറ്റി ഇൻ ഓൾ ആസ്പെക്റ്റ്. ജാതിയായാലും നമുക്ക് എന്തെങ്കിലും വംശമായാലും ലിംഗപരമായാലും പ്രാദേശിക ായാലും വിവേചനങ്ങളായാലും ഇവയൊക്കെ നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ വിവേചനം ഇല്ലാതാക്കുക എന്നതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ് ആയിട്ടുള്ള ദ ആസ്പിറേഷൻ ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളെയും കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദസ് ദ ഫോർത്ത് ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു എനേബിൾ ദ ഗ്രൗണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇസ് ടു എനേബിൾ ടു ദ ഗവൺമെൻറ് ടു ഫുൾഫിൽ ദ ആസ്പിറേഷൻ ഓഫ് എ സൊസൈറ്റി ആൻഡ് ക്രിയേറ്റ് ദ കണ്ടീഷൻസ് ഫോർ എ ജസ്റ്റിസ് സൊസൈറ്റി. ഒരു സമൂഹത്തിൻ്റെ അഭിലാഷങ്ങളെല്ലാം തന്നെ നമുക്ക് സബലീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നീതിയുക്തമായിട്ടുള്ള ഒരു സമൂഹത്തെ ഉയർത്തുവാനുള്ള എല്ലാ അവസരങ്ങളിലൂടെയും ഗവൺമെൻറ്റിനെ പ്രാപ്തമാക്കുക എന്നതാണ് നമ്മുടെ നാലാമത്തെ ലക്ഷ്യം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 5 ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അഞ്ചാമത്തെ ലാസ്റ്റ് ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിഫ്ലക്റ്റ് ദി ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി ഓഫ് ദി പീപ്പിൾ. ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വത്തെ നമ്മൾ എന്ത് ചെയ്യുക, പ്രദാനം ചെയ്യുക എന്നതാണ് നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഫിഫ്ത്ത് ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു പ്രൊഡ്യൂസ് ദ നാഷണൽ ഐഡൻറ്റിറ്റി. ഭരണഘടനയുടെ അഞ്ചാമത്തെ മൗലിക വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും മൗലിക വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റിയെ പ്രദാനം ചെയ്യുക എന്നതാണ് ഭരണഘടനയുടെ അഞ്ചാമത്തെ ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ റിഫ്ലക്റ്റ് ദി ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി ഓഫ് എ സൊസൈറ്റി. ഒരു ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജനതയ്ക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ജനതയ്ക്ക് നമുക്ക് മൗലിക വ്യക്തിത്വങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ്. ദേ മൈറ്റ് ടു ബി റിലേറ്റഡ് ടു ദ ലാംഗ്വേജ്, റിലീജിയൻ, റേസ്, റീജിയൻ, കൾച്ചറൽ ആൻഡ് എക്സെട്ര. ഇത് വംശത്തോടായാലും മതങ്ങളോടായാലും പ്രദേശങ്ങളോടായാലും ഈ സംസ്കാരത്തോടായാൽ തന്നെ നമ്മൾ ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ മൗലിക വ്യക്തിത്വത്തെ ഒരുപോലെ തന്നെ പ്രദാനം ചെയ്യുകയും ജനങ്ങളിലേക്ക് വെച്ച് പുലർത്തുക എന്നതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് അഞ്ചാമത്തത് നമ്മുടെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ അക്സെപ്റ്റിംഗ് ദ സർട്ടൻ ബേസിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വൺ അക്സെപ്റ്റ് ഹിസ് പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ഇൻ ദി സൊസൈറ്റി. ഭരണഘടനയിലെ വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള വ്യക്തിത്വത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന ഒന്നാണെന്ന് നമ്മൾ പറയുന്നു. ദിസ് ഇറ്റ് ഈസ് ദ പ്രിസ്ക്രൈബ്ഡ് ദ മോറൽ വാല്യൂസ് ഓഫ് ദി സൊസൈറ്റി. ഭരണഘടനയിൽ വ്യക്തികൾക്കെല്ലാം തന്നെ നമുക്ക് ധാർമ്മിക വ്യക്തിത്വങ്ങൾ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. നമ്മുടെ പ്രധാനമായിട്ടുള്ള 5 ഫങ്ഷൻസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ 5 ഫങ്ഷൻസുകൾ കൃത്യമായിട്ട് ഏതെല്ലാം ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്താണ് പരീക്ഷയിൽ വരുന്ന 5 ഫങ്ഷൻസ് ഉറപ്പായിട്ടും നമുക്ക് 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് +1. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗ ദ കോർഡിനേഷൻ
ആൻഡ് അഷുറൻസ്. അപ്പോൾ ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് എന്ന് വെച്ചാൽ തീരുമാനമെടുക്കാനുള്ള അധികാരങ്ങൾ കൃത്യമായിട്ട് വ്യക്തമാക്കുക. അടുത്ത മൂന്നാമത്തെ ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലിമിറ്റേഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ദി ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്കൊരു പരിധി നിർണ്ണയിക്കുക എന്നതാണ്. നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡിക്ലറേഷൻ ഓഫ് ദ ആസ്പിറേഷൻ ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി. ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളെ അഭിലാഷങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത അഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്ട് ചെയ്ത് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് ദി പീപ്പിൾ. ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വത്തെ മനസ്സിലാക്കുക എന്നതാണ് ഈ 5 പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ കറക്റ്റായിട്ട് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഇൻട്രൊഡക്ഷനെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് 5 ഫങ്ഷൻസ് എപ്പോഴും നിങ്ങൾ പഠിക്കുക. ഇപ്പം നമ്മളൊരു പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോഴത്തേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഈ 5 ഹെഡിങ്ങുകൾ ഏതൊക്കെയാണോ 5 ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് 5 ഹെഡിങ്ങുകളെ കൃത്യമായിട്ട് എഴുതുക. എന്നിട്ട് ഓരോ ഹെഡിങ് എടുക്കുക, ഓരോ ഹെഡിങ്ങിനെയും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം മാർക്കുകളും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു.